Subscribe now and press the bell icon. Never miss an update. Hi dear students, welcome to my class. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസിലെ സമാന്തര ശ്രേണികളിലെ സംസ് ആൻഡ് ടേംസ്, തുകകളും പദങ്ങളും എന്ന ഭാഗമാണ്. കുറച്ചൊരു കൺഫ്യൂഷൻ തോന്നുന്ന എന്നാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യമായി നമുക്ക് 3 കൺസിക്യൂട്ടീവ് ടേംസ്, അതായത് തുടർച്ചയായ 3 പദങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എന്ത് തത്വത്തിലെത്താം എന്ന് നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് 3 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 എന്നെടുക്കാം. നോക്കൂ, 1 + 2 + 3 എന്ത് കിട്ടും നമുക്ക്? 1 + 2 3, 3 + 3 6 എന്ന് കിട്ടും അല്ലേ? ഇനി നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ 2ഉം 6ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് പറയാം അല്ലേ, 3 × 2 ആണെന്ന് പറയാം അല്ലേ? എങ്ങനെ പറയാം? 2ന്റെ 3 മടങ്ങാണ്, 3 മടങ്ങാണ് 6 എന്ന് പറയാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് അതവിടെ നിൽക്കട്ടെ. ഈ 2ന്റെ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ എഴുതി വെച്ചത്. ഇനി അടുത്ത നമ്മളൊരു നമ്പർ എടുക്കാം, 2, 4, 6. ഇങ്ങനൊരു ഈവൻ നമ്പറുകൾ അല്ലേ? ഈവൻ നമ്പറുകൾ വെച്ച് നമുക്കൊന്ന് സം ചെയ്ത് നോക്കാം. 2 + 4 + 6 എന്താ വരിക? 2 + 4 6, 6 + 6 12. എന്ത് വന്നു? Which is equal to 3 × 4. ഈ 4ന്റെ 3 മടങ്ങാണ് 12 എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ 3 കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എടുത്ത് നോക്കാം. 3, 5, 7 നമുക്ക് എന്ത് കിട്ടും? 3 + 5 + 7 = 15. ഈ 15 എന്ന് പറയുമ്പോൾ നമുക്ക് 3 × 5 എന്ന് വരും അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 5ന്റെ 3 മടങ്ങായിട്ടാണ് നമ്മുടെ റിസൾട്ട് 15 വന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഈ തുടർച്ചയായ 3 സംഖ്യകളുടെ തുക ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നടുവിലുള്ള പദത്തിന്റെ 3 മടങ്ങാണ് കിട്ടുന്നത് അല്ലെ? ഇവിടെ എല്ലാതും നടുവിലുള്ള പദത്തിന്റെ 3 മടങ്ങാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? അപ്പൊ നടുവിലെ പദം നമുക്കറിയുമെങ്കിൽ നമുക്ക് ഈ തുടർച്ചയായ 3 പദങ്ങളുടെ സമ്മ് എന്ത് ചെയ്താൽ മതി? ആ നടുവിലെ പദത്തിന്റെ 3 മടങ്ങ് എടുത്താൽ മതി. ഇനി നമുക്കൊരു കാര്യം അറിയാം, ഇതെല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണികളാണ് അല്ലെ? ഇനി ഞാൻ മറ്റൊരു സമാന്തര ശ്രേണി എടുക്കാൻ പോവാണ്. 5, 10, 15 എന്നുള്ളത് കൺസിക്യൂട്ടീവ് 3 ടേംസ് എടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് സം ചെയ്ത് നോക്കാം. 5 + 10 + 15 which is equal to എന്ത് കിട്ടി? 30. ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 30 എന്ന് പറയുന്നത് 3 × 10 ആണെന്ന് പറയാൻ കഴിയും. ഇനി ഈ റിസൾട്ട് നമുക്കൊരു പൊതുവായ തത്വത്തിലേക്ക് എത്താൻ നോക്കാം. നോക്കൂ, ഞാൻ ഈ 10 ഉപയോഗിച്ച് ഞാനിവിടെ എഴുതാൻ പോവാണ് 10 - 5. ശരിയല്ലേ? ഇവിടെ 10 - 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 5 വരിക. 10 + 5 നോക്കൂ, 10 - 5, 10 + 5 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ട 10 - 5 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 5 തന്നെ കിട്ടുക. പിന്നെ 10 + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 15 വരും. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഡി എന്താണെന്ന് നമുക്കറിയാം. 10 - 5 = 5 ആണ്. ഓക്കെ, ഇനി x = 10 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈ റിസൾട്ടിനെ നമ്മളൊരു
ലെറ്റേഴ്സ് വെച്ച് എഴുതി നോക്കാം. എക്സ് മൈനസ് ഡി, എക്സ്, എക്സ് പ്ലസ് ഡി എന്ന് എഴുതി നോക്കാം. ഇങ്ങനെ വരുമ്പോൾ എക്സ് മൈനസ് ഡി പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് ഡി എന്തായിരിക്കും? ഇവിടെ ഈ മൈനസ് ഡിയും പ്ലസ് ഡിയും ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? എക്സ് പ്ലസ് എക്സ് എന്ന് വരും. അത് നമുക്ക് എന്ത് എഴുതാം? 3x എന്ന് എഴുതാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം കേട്ടോ. തുടർച്ചയായ 3 പദങ്ങളുടെ തുക 24 ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തത് വെച്ച് നമുക്ക് എന്ത് പറയാം? 3x = 24 എന്നെടുക്കാം. ഈ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ തുടർച്ചയായ 3 പദങ്ങളുടെ നടുവിലത്തെ നമ്പർ അല്ലേ? 3x = 24 എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് എന്താന്ന് നമുക്ക് കിട്ടും? x = 24/3 which is equal to 8 എന്ന് കിട്ടും അല്ലേ? സോ നമുക്ക് തുടർച്ചയായ 3 പദങ്ങൾ എങ്ങനെ എടുത്താൽ മതി? എക്സ് മൈനസ് ഡി, എക്സ്, എക്സ് പ്ലസ് ഡി എന്നെടുത്താൽ മതി. അതില് എക്സ് എന്താണെന്ന് നമുക്ക് അറിയാം, 8 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ അരിത്തമെറ്റിക് സീക്വൻസസ് ഫോം ചെയ്യാൻ കഴിയും. എക്സ് = 8 ആണ്, നമ്മൾ ഡി = 2 ആണെന്ന് എടുക്കുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാം. എങ്ങനെ? 8 - 2 8 8 + 2 അത് എത്രയാവും? 6. 8 - 2 എന്ന് പറഞ്ഞാൽ 6, പിന്നെ 8, പിന്നെ 8 + 2 എന്ന് പറഞ്ഞാൽ 10. ഇങ്ങനെ ആ തുടർച്ചയായ 3 പദങ്ങൾ 6, 8, 10 ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി d = 4 എന്നെടുത്ത് നോക്കാം. അപ്പൊ എന്താ സംഭവിക്കുക? എക്സ് എപ്പോഴും 8 തന്നെയാണ്. ഡി എന്ന് പറയുന്നത് മാറുന്നതിനനുസരിച്ച് നമുക്ക് ആ തുടർച്ചയായ 3 പദങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നടുവിലത്തെ പദം മാറില്ല, എപ്പോഴും അത് തന്നെ ആയിരിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ എക്സ് തന്നെ അല്ലേ? എക്സ് മൈനസ് ഡി എന്നുള്ളതും എക്സ് പ്ലസ് ഡി എന്നുള്ളതും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ആ പദങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് പറയാം? 8 - 4 8 8 + 4. 8 - 4 എന്ന് പറയുമ്പോൾ 4 8 12. ഈ രീതിയിൽ നമുക്ക് തുടർച്ചയായ 3 പദങ്ങൾ കണ്ടുപിടിക്കാൻ ഒന്നുകിൽ സം തന്നാൽ മതി, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ നടുവിലത്തെ പദം മിഡിൽ ടേം തന്നാൽ മതി. ഈ രീതിയിലാണ് 3 തുടർച്ചയായ പദങ്ങൾ കണ്ടെത്താനുള്ള തത്വം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? എക്സ് മൈനസ് ഡി പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് ഡി എന്ന് പറയുന്നത് 3x ആയിരിക്കും. അതായത് നടുവിലത്തെ ടേമിൻ്റെ 3 മടങ്ങായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയത്. നമുക്ക് എക്സ് മൈനസ് ഡി പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് ഡി = 3x എന്ന് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? ഒരു സമാന്തര ശ്രേണിയിലെ തൊട്ടടുത്ത 3 പദങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് അതിൻ്റെ നടുവിലെ സംഖ്യയുടെ 3 മടങ്ങ് കിട്ടും. അത് നമുക്കൊന്ന് എഴുതി നോക്കാം. അത് നമുക്ക് ഫസ്റ്റ് റിസൾട്ടായിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. The sum of any 3 consecutive terms of an arithmetic sequence is 3 times the middle term. ഏതു സമാന്തര ശ്രേണിയിലെയും അടുത്തടുത്ത 3 പദങ്ങളുടെ തുക നടുവിലെ പദത്തിൻ്റെ 3 മടങ്ങാണ്. ഇനി നമുക്ക് 5 consecutive terms, തുടർച്ചയായ 5 പദങ്ങൾ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമ്മുടെ 5 പദങ്ങൾ എടുക്കാം. 5 10 15 20 25. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ റിസൾട്ട് വെച്ച് നമുക്കൊന്ന് 15 നോക്കൂ. ഈ 15 ഞാൻ എഴുതി നോക്കാം. 15 - 10 15 - 5 15 15
പ്ലസ് 5. 15 പ്ലസ് 10. ഓക്കെ, ഇവിടെ ഡി എന്തായിരിക്കും കിട്ടുക? ഡി ഈക്വൽസ് 10 മൈനസ് 5 ഈക്വൽസ് 5. അങ്ങനെ ആവുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 15 ഞാൻ എക്സ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എക്സ് മൈനസ്, ഇവിടെ നമ്മൾ ഡിന്റെ ടേംസിൽ എഴുതാൻ പോവാണ് 2 ഇൻറ്റു 5. എക്സ് മൈനസ് 5, എക്സ് പ്ലസ് 5, എക്സ് പ്ലസ് 2 ഇൻറ്റു 5. ഇനി നമുക്ക് ഈ റിസൾട്ട് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 2d, എക്സ് മൈനസ് ഡി, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു അരിത്തമെറ്റിക് ശ്രേണിയിലെ തുടർച്ചയായ 5 പദങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും തന്നെ നടുവിലെ സംഖ്യ വെച്ച്, നടുവിലെ സംഖ്യ x ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഒരു പൊതുവായ രീതിയിൽ ആ സംഖ്യകളെ പറയാൻ കഴിയും. എങ്ങനെയാണ് നമ്മൾ ആ പൊതുവായ രീതിയിൽ പറഞ്ഞത്? അതിനെ ആദ്യത്തെ നമ്പറിനെ നമ്മൾ x മൈനസ് 2d എന്ന് പറയാം, രണ്ടാമത്തെ നമ്പറിനെ x മൈനസ് d എന്ന് പറയാം, മൂന്നാമത്തെ നമ്പറിനെ x എന്ന്, നടുവിലെ നമ്പർ നമുക്ക് വളരെ പെട്ടെന്ന് പറയാവുന്നതാണ്. നാലാമത്തെ നമ്പറിനെ എക്സ് പ്ലസ് ഡി എന്നെടുത്തു, അഞ്ചാമത്തെ നമ്പറിനെ എക്സ് പ്ലസ് 2d എന്നെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ? എക്സ് മൈനസ് 2d പ്ലസ് എക്സ് മൈനസ് ഡി പ്ലസ് എക്സ് പ്ലസ് ഡി പ്ലസ് എക്സ് പ്ലസ് 2d. നമുക്ക് എന്താ കിട്ടുക? ഈ മൈനസ് 2d പ്ലസ് 2d ഇവിടെ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ മൈനസ് ഡിയും ക്യാൻസൽ ചെയ്യാം. നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 5x. നമ്മൾ തുടർച്ചയായ 5 പദങ്ങളുടെ നടുവിലത്തെ നമ്പർ വെച്ച് എന്ത് പറയാം? നടുവിലത്തെ സംഖ്യയുടെ 5 മടങ്ങായിരിക്കും നമ്മുടെ ടോട്ടൽ സമ്മിന്റെ റിസൾട്ട്. ഈ 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? 5 പദങ്ങളുടെ തുക 75 അല്ലേ? ഈ 75 നമുക്ക് എന്ത് പറയാം? 5 ഇൻറ്റു 15 അല്ലേ? ഈ 5 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 75 ആണ്. അതിനെ നമ്മൾ 5 ഇൻറ്റു 15 എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് അതിനൊരു ജനറലായിട്ട് നമുക്ക് ഒരു റിസൾട്ട് പറയാം. അങ്ങനെയുള്ള പദങ്ങൾ ഈ രീതിയിലായിരിക്കും. എങ്ങനെയുള്ള രീതിയിലാണ്? എക്സ് മൈനസ് 2d, എക്സ് മൈനസ് ഡി, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d എന്നുള്ള രീതിയിലായിരിക്കും. അതിലെ എക്സ് എന്ന് പറയുന്നത് ആ 5 പദങ്ങളിൽ നടുവിലത്തെ പദമായിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 5 തുടർച്ചയായ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 150 ആണ്. അങ്ങനെയെങ്കിൽ തുടർച്ചയായ 5 പദങ്ങൾ എഴുതുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5x ഈക്വൽസ് 150 എന്നെടുക്കുക. ഇതിൽ നിന്ന് x എങ്ങനെ കണ്ടുപിടിക്കും? x ഈക്വൽസ് 150 ഡിവൈഡഡ് ബൈ 5 which is equal to 30. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ച് എങ്ങനെ ചെയ്യാം? നമുക്ക് ഡി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം. ഡി ഈക്വൽസ് 4 ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 30 മൈനസ് 2 ഇൻറ്റു 4 എന്നുള്ളതായിരിക്കും ആദ്യത്തെ ടേം അല്ലേ? എക്സ് മൈനസ് 2d. രണ്ടാമത്തതോ 30 മൈനസ് 4 എക്സ് മൈനസ് ഡി എന്ന് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തതായിരിക്കും നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള നമ്പർ. നാലാമത്തതോ 30 പ്ലസ് 4. അഞ്ചാമത്തതോ 30 പ്ലസ് 2 ഇൻറ്റു 4 8. നമുക്ക് ആ 5 പദങ്ങൾ വളരെ പെട്ടെന്ന് പറയാം അല്ലേ?
30 മൈനസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22. 30 മൈനസ് 4 എന്ന് പറയുമ്പോൾ 26. then 30, then 34, 38. ഇതാണ് ആ 5 പദങ്ങൾ. ക്ലിയർ ആയല്ലോ? ഇവിടുത്തെ കൺസെപ്റ്റ് മനസ്സിലായല്ലോ? നമുക്ക് 5 പദങ്ങളുടെ തുക കിട്ടിക്കഴിഞ്ഞാൽ 5x ഈക്വൽസ് ആ നമ്പർ എഴുതുക, x ഈക്വൽസ് ആ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ ഈ രീതിയിൽ 5 പദങ്ങളാക്കി മാറ്റി എഴുതുക. ഇനി മറ്റൊരു എക്സാമ്പിൾ, നമുക്കൊരു ഫസ്റ്റ് ടേമും സമ്മും തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം. അടുത്തൊരു എക്സാമ്പിള്, ആദ്യ പദം f is equal to 10, സം ഈക്വൽസ് 250. അങ്ങനെയാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? 5x ഈക്വൽസ് 250 എന്നെടുക്കുക. എന്നിട്ട് x ഈക്വൽസ് 250 by 5, 250 by 5 which is equal to എന്തായിരിക്കും? 50. x equal to 50, f is equal to 10 എന്ന് നമുക്ക് അറിയാം അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് d എന്താണ് ഇതിൽ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഈ തുടർച്ചയായ 5 പദങ്ങളുടെ ആദ്യ പദം x മൈനസ് 2d എന്നുള്ള രീതിയിലായിരിക്കും നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇവിടെ f തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x മൈനസ് 2d is equal to f ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ x തന്നിട്ടുണ്ട് 50. 50 മൈനസ് 2d ഈക്വൽസ് 10 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്ത് കിട്ടും? 2d ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി 10നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ 50 മൈനസ് 10 എന്ന് വരും, ഈക്വൽസ് 40. നോക്കൂ, 2d ഈക്വൽസ് 40 കിട്ടി. അപ്പൊ d ഈക്വൽസ് എന്തായിരിക്കും? 40 by 2 ഈക്വൽസ് 20. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടേം എന്താ കിട്ടി? 10 ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? 10 പ്ലസ് 20 30. നടുവിലത്തെ പദം അറിയാം, 50, 70, then 90. ഈ രീതിയിൽ വരുന്ന തുക 250-ഉം ആദ്യ പദം 10-ഉം വരുന്ന തുടർച്ചയായ 5 പദങ്ങൾ 10, 30, 50, 70, 90 എന്നിവയാണ്. ഓക്കെ, ഇനി 7 കൺസിക്യൂട്ടീവ് ടേംസ്, തുടർച്ചയായ 7 പദങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ വേഗം പറയാണ്. ഈ രീതിയിലായിരിക്കും: x മൈനസ് 3d, x മൈനസ് 2d, x മൈനസ് d, x പ്ലസ് d, x പ്ലസ് 2d, x പ്ലസ് 3d എന്നുള്ള രീതിയിലായിരിക്കും. അതിൻ്റെ ചെറിയൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. കാരണം എന്താ, അങ്ങനെ വല്ലാണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കൊന്നുമില്ല, നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം പറയാണ്. നമ്മൾ 7 പദങ്ങളുടെ തുക 210 ആണെന്ന് വിചാരിക്കും. 7 പദങ്ങളുടെ തുക 210 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 7x ഈക്വൽസ് 210 എടുക്കാം. ഇംപ്ലൈസ് x ഈക്വൽസ് 210 ഡിവൈഡഡ് ബൈ 7 which is equal to 30 എന്ന് വരും. നോക്കൂ, x ഈക്വൽ ടു 30 കിട്ടി അല്ലേ? ഇനി നമ്മൾ d ഈക്വൽസ് 2 ആണ് എടുക്കുന്നതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈം എന്ത് ചെയ്താൽ മതി? 30 മൈനസ് 3 ഇൻറ്റു 2 6 വരും. ദെൻ 30 മൈനസ് 2 ഇൻറ്റു 2 4 വരും. പിന്നെ 30 മൈനസ് 2 വരും. അങ്ങനെ എഴുതിപ്പോകും. ഇനി അടുത്തത് നമുക്ക് അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ എങ്ങനെ വരും? 24, then 26, then 28. നമ്മുടെ നാലാമത്തെ ടേം ആയിരിക്കും നമ്മൾ കണ്ടുപിടിച്ച 30 എന്ന് പറയുന്നത്. then 30 plus 2 ആണ് വരിക, 32, then 34,
then 36. ഇതായിരിക്കും തുടർച്ചയായിട്ടുള്ള 7 പദങ്ങൾ. ഇനി നോക്കൂ കുട്ടികളെ, ഇവിടെ ഫസ്റ്റ് ടേമും തേർഡ് ടേമും സം ചെയ്താൽ എന്താ കിട്ടുക നോക്കൂ. 5 + 15 = നമുക്കറിയാം 20 ആണ് അല്ലേ. ഈ 20യും ഈ നടുവിലെ നമ്പറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 2 × 10 ആണ് അല്ലേ. അതായത് നമ്മൾ എന്താണ് ഇതിന്ന് മനസ്സിലാക്കിയത്? 5 + 15 എന്ന് പറയുന്നത് ഈ നടുവിലെ പദത്തിൻ്റെ ഇരട്ടിയാണ്. അല്ലെങ്കിൽ 5 + 15 എന്ന് പറയുന്നതിൻ്റെ റിസൾട്ടിൻ്റെ പകുതിയായിരിക്കും ഈ നടുവിലെ സംഖ്യ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നോക്കൂ, മറ്റൊരു സീക്വൻസ്. 5 തുടർച്ചയായ പദങ്ങളാണ്. ഇതിലെ ആദ്യത്തെയും അവസാനത്തെയും ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. 5 + 25 എന്താ കിട്ടുക? 30. ഇനി രണ്ടാമത്തെയും നാലാമത്തെയും ആഡ് ചെയ്ത് നോക്കൂ. എന്താ കിട്ടുക? 10 + 20 = 30. എന്താ നമുക്ക് കിട്ടിയത്? ഇതിനെ ഒക്കെ നമുക്ക് എന്ത് പറയാം? 2 × 15. ഇവിടെ നമുക്ക് എന്ത് പറയാം? 2 × 15. എന്താ പറയുന്നത്? ഈ ശ്രേണിയിലെ ആദ്യത്തെയും അഞ്ചാമത്തെയും പദങ്ങളുടെ തുകയും രണ്ടാമത്തെയും നാലാമത്തെയും പദങ്ങളുടെ തുകയും ഈക്വൽ ആയിരിക്കും അല്ലേ. ഇപ്പൊ നമ്മൾ ചെയ്തത് നമുക്കൊരു ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു നോക്കാം. അതായത് നമുക്ക് ഇതെങ്ങനെ പറയാൻ കഴിയും? ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ തുടർച്ചയായ 3 പദങ്ങളാണ് x1 x2 x3 എങ്കിൽ നമുക്ക് x1 + x3 എന്ന് പറയുന്നത് 2 × x2 ആയിരിക്കും. അതുപോലെ തന്നെ തുടർച്ചയായ 5 പദങ്ങളാണെങ്കിലോ നമുക്കതിനെ x1 + x5 എന്ന് പറയുന്നതും x2 + x4 എന്ന് പറയുന്നതും എന്തായിരിക്കും? അതിലെ നടുവിലെ പദത്തിന്റെ ഇരട്ടിയായിരിക്കും. 2 × x3 ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഈ 2 ടേമുകളും ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. ഇനി തുടർച്ചയായ 7 പദങ്ങളാണെങ്കിലോ നമുക്ക് x1 + x7 എന്ന് പറയുന്നതും x2 + x6 എന്ന് പറയുന്നതും x3 + x5 എന്ന് പറയുന്നതും എന്തായിരിക്കും? അതിനെ നടുവിലെ പദത്തിന്റെ ഇരട്ടിയായിരിക്കും. ഈ രീതിയിൽ നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞിരുന്നത് 3, 5, 7 എന്ന് പറയുന്ന തുടർച്ചയായ പദങ്ങളെ കുറിച്ചായിരുന്നു അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈവൻ നമ്പർ ഓഫ് ടേംസ്, 4 കൺസിക്യൂട്ടീവ് ടേംസ് എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയാൻ കഴിയുക? നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 2, 4, 6, 8 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നടുവിലെ സംഖ്യ എന്നൊന്നും പറയാനില്ല അല്ലേ. അപ്പൊ നമുക്ക് ഈ നമ്പറുകൾ തമ്മിൽ ആദ്യത്തെയും നാലാമത്തെയും പൊസിഷൻ ഒന്ന് എടുത്ത് നോക്കാം. അതെന്തായിരിക്കും? 2 + 8. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും പൊസിഷൻ എടുത്ത് നോക്കാം. 4 + 6. എന്താണ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നത്? 2 + 8 എന്ന് പറഞ്ഞാൽ 10. 4 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 10 ആണ്. അതായത് നമുക്ക് എന്താണ് പറയുന്നത്? ആദ്യത്തെയും അവസാനത്തെയും സമ്മിൻ്റെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പദങ്ങളുടെ തുകയും സമമായിരിക്കും. ഇനി നമ്മൾ 6 തുടർച്ചയായ പദങ്ങളെ കുറിച്ച് എടുക്കുകയാണെങ്കിലോ നമുക്കൊന്ന് എഴുതി നോക്കാം. 2, 4, 6, 8, 10, 12. ഇങ്ങനെയാണെങ്കിലോ എങ്ങനെയായിരിക്കും? ആദ്യത്തെയും അവസാനത്തെയും പദങ്ങളൊന്ന് എടുത്ത് നോക്കാം. 2 + 12 എന്തായിരിക്കും? 14 അല്ലേ. ഇനി 4 + 10 രണ്ടാമത്തെയും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് പദത്തിന്റെ തൊട്ട് മുമ്പുള്ളതും 4 + 10
അതും എന്തെന്നെയാണ് 14. പിന്നെന്താണ് 6 + 8 14. ഈ രീതിയിലുള്ള അറേഞ്ച്മെന്റിൽ നമ്മൾ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തെന്നെയായിരിക്കും? സമമായിരിക്കും അല്ലേ? ഈ ഒരു റിസൾട്ടാണ് നമുക്ക് ഇനി മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. x1 x2 x3 x4 എന്ന് പറയുന്നത് തുടർച്ചയായ 4 പദങ്ങളാണെങ്കിൽ നമുക്ക് x1 + x4 = x2 + x3 എന്ന് പറയാൻ കഴിയും. അതുപോലെ തന്നെ x1 x2 x3 x4 x5 x6 എന്ന് പറയുന്നത് 6 തുടർച്ചയായ പദങ്ങളാണെങ്കിൽ നമുക്ക് x1 + x6 എന്ന് പറയുന്നതും x2 + x5 എന്ന് പറയുന്നതും x3 + x4 എന്ന് പറയുന്നതും ഒരു ആൻസർ ആയിരിക്കും. ഇതൊന്ന് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. നമ്മൾ 4 പദങ്ങളുടെ തുക 100 ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഈ 2 ജോഡികളും നമുക്കറിയാം സെയിം വാല്യൂ ആണ് തരിക, നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം x1 + x4 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 2 ജോഡികളാണ് ഇത് ഉണ്ടാവുന്നത് എന്നുള്ളതുകൊണ്ട് 100/2 കണ്ടാൽ മതി അല്ലേ? = 50 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 + x4 = 50 എന്ന് കിട്ടി. ഇനി നമുക്ക് ആദ്യ പദം x1 = 10 എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത 3 പദങ്ങൾ എങ്ങനെ കണ്ടെത്തും? x4 = 50 - x1 എന്ന് പറഞ്ഞാൽ പോരെ? നമുക്കറിയാം x1 നമ്മൾ 10 ആണ് എടുത്തിട്ടുള്ളത്. സോ 50 - 10 = 40. ഇനി നമുക്ക് x4 എന്ന് പറയുന്നത് നമുക്കറിയാം x1 + 3 × d ആണെന്ന് നമുക്കറിയാം അല്ലേ? അത് 40 ആണെന്ന് നമുക്ക് കിട്ടും ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ 3d കാണാൻ എന്ത് ചെയ്യും? 3d = 40 - 3 - x1. x1 എന്ന് പറയുന്നത് നമുക്കറിയാം 10 ആണെന്ന്, which is equal to 30 എന്ന് കിട്ടും. സോ d എന്തായിരിക്കും? d = 30/3, which is equal to 10. അപ്പോൾ നമ്മുടെ ഈ 4 പദങ്ങൾ എന്തൊക്കെയായിരിക്കും? 10, then 10 + 10. ഡിയും 10 ആണ്, നമ്മൾ ഒന്നാം പദം 10 ആണ്. അപ്പോൾ 10 + 10 എന്ന് പറയുമ്പോൾ 20, 20 + 10 എന്ന് പറയുമ്പോൾ 30, 30 + 10 എന്ന് പറയുമ്പോൾ 40. ആ തുടർച്ചയായ 4 പദങ്ങൾ എന്ന് പറയുന്നത് 10, 20, 30, 40 എന്നാണ്. അടുത്തത് നമുക്ക് തുടർച്ചയായ 6 പദങ്ങളുടെ തുക 120 ആയിട്ട് എടുത്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ 6 പദങ്ങൾ എങ്ങനെ കണ്ടെത്തുന്നു മനസ്സിലാക്കാം. നോക്കൂ, നമുക്ക് ഇവിടെ തന്നുള്ള 3 ജോഡികളാണ്. 6 പദങ്ങളിൽ 3 ജോഡികൾ ഈക്വൽ ആയിട്ടുള്ളത് ഉണ്ടാവുമെന്ന് നമ്മൾ കണ്ടെത്തി അല്ലേ? അപ്പൊ അതിലെ ഒരു ജോഡി നമുക്ക് എങ്ങനെ കിട്ടും? x1 + x6 എന്ന് പറയുന്ന ഒരു ജോഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? 120നെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? നമുക്ക് 3 ജോഡികളാണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് എന്ത് കിട്ടി? 40 എന്ന് കിട്ടും അല്ലേ? 120/3 എന്ന് പറഞ്ഞാൽ 3ഉം 12ഉം കട്ട് ചെയ്താൽ 4 വരും, പിന്നെ 0, അപ്പോൾ 40 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ തന്നെ x1 എന്ന് പറയുന്നത് ഒരു 10 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് നമുക്ക് അതിന് അനുബന്ധമായിട്ടുള്ള ബാക്കി നമ്പറുകളാണ് കിട്ടുക കേട്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അപ്പോൾ x1 = 10 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് x6 എന്താണെന്ന് പറയാം? 40 - x1 എന്ന് പറയുന്നത് നമ്മൾ 10 എടുത്തതുകൊണ്ട് 40 - 10 = 30. ഓക്കെ, ഇനി x6 = 30 കിട്ടി. പക്ഷെ x6 എന്താണെന്ന് നമുക്കറിയാം. x1നോട് പൊതുവ്യത്യാസം 5 മടങ്ങ് കൂട്ടിയതാണെന്ന് നമുക്കറിയാം. അത് നമുക്ക് 30 ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? സോ നമുക്ക് 5d എന്ത് കിട്ടും? 5d ഈ x1ന്റെ വാല്യൂ കൊടുത്താൽ പോരെ? 30 - 10 എന്ന് കൊടുക്കാം, which is equal to 20.
ഓക്കെ. therefore d എന്ന് പറയുന്നത് എന്തായിരിക്കും? 20/5. 20/5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ് അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഓരോ വാല്യൂസ് കണ്ടുപിടിച്ചൂടെ? x1 അറിയാം, d യും അറിയാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 10. then സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 10 + 4 14. തേർഡ് ടേം എന്ന് പറയുന്നത് 14 + 4 18. then 18 + 4 22. then 22 + 4 26. then 30. നമുക്ക് അറിയാം x = 30 ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 6 പദങ്ങൾ കണ്ടെത്തി. മനസ്സിലായല്ലോ? ഈ രീതിയിൽ നമ്മൾ ചെയ്താൽ മതി കേട്ടോ. ഇനി എക്സസൈസ് പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.